നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മസാല ദോശ ചൂടാനുള്ള പരിപാടിയിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ദോശ ചൂടാൻ തുടങ്ങാം. അങ്ങനെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളെ മസാല ദോശക്കുള്ള അരി ഇപ്പോൾ അരച്ചതൊന്നുമല്ല, ഇത് ഞാൻ ഇന്നലെ ഉഴുന്നും കൂട്ടി അരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മസാല ദോശ ഇടാൻ വിചാരിച്ചു. എനിക്ക് ഈ കയ്യിൽ വെച്ച് പരത്തുന്നതിനെക്കാട്ടി ഇങ്ങനെ പ്ലേറ്റ് വെച്ച് പരത്തുന്നതാണ് മസാല ദോശ ഇടുമ്പോൾ കുറച്ചും വലുതായി കിട്ടാൻ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു എണ്ണ തൂക്കി കൊടുക്കണം, എന്നാലല്ലേ അതിനൊരു ടേസ്റ്റുള്ളൂ. അപ്പോൾ എണ്ണ തൂക്കി കൊടുത്തിട്ട് കുറച്ചും വരണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിക്കൂട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ദോശ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും ബാജിക്കറി ഇട്ട് കൊടുക്കാം. അരിക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനൊന്ന് മടക്കിയിട്ട് ചില്ലി എടുക്കാം. നമുക്ക് മടക്കി വെച്ചുകൊണ്ട് എന്നിട്ട് അങ്ങനെ അപ്പമെല്ലാം ചുട്ട് വെച്ചിട്ട് ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചായ കുടിക്കാതിരുന്നിട്ടുള്ളത്. ഇത് കുറച്ച് തണുത്ത് പോയി, അപ്പോഴേക്ക് ചൂടോടെ തന്നെ കഴിക്കണം, അന്നേരം അതിൻ്റെ ടേസ്റ്റ്. സാമ്പാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാജിക്കറിയും കൂടി ഉണ്ടല്ലോ. പിന്നെ അപ്പം അങ്ങനെ തന്നെ പാനിൽ ഒരു മാസത്തിൽ 2 വട്ടമെങ്കിലും ചുട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചൂടാതെ കുറേ നാളായി, അപ്പോൾ അതുകൊണ്ട് പാനിൻ്റെ അത്ര വൃത്തിയിൽ കിട്ടുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചുട്ടുകൊണ്ടിരുന്നാൽ കിട്ടും, ചുട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കിട്ടും അത് നല്ലതായിട്ട്. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളത് അങ്ങനെ ചൂടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് കൂട്ടിയതല്ലേ, ഉഴുന്ന് കൂട്ടിയതും പിന്നെ ബാജിക്കറി എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ആകുമ്പോൾ അത്ര കണ്ട് ശരിയാവുന്നില്ല, വയറ്റ് ശരിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാതെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കല്. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.